Hey guys, welcome back to Petrohead Motor Garage. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സഫാരി 3 ലിറ്റർ റെസ്റ്റോറേഷൻ പാർട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വണ്ടി വർക്കിനായിട്ട് വന്നപ്പോൾ തന്നെ അവർ മെയിനായിട്ട് പറഞ്ഞ കാര്യം ഇതിൻ്റെ ഇൻറ്റീരിയർ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇതിന് മുന്നേ വർക്കിന് കൊടുക്കുമ്പോൾ ഇത്രയും ക്യാബിൻ നോയ്സ് ഉള്ളിലേക്ക് കേൾക്കില്ലായിരുന്നു. അതുപോലെ തന്നെ വണ്ടിയുടെ ഉള്ളിൽ ഇത്രയും റാറ്റ്ലിംഗ് നോയ്സും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിൻ്റെ കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ആക്ച്വലി ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ കാണിച്ചു തരാം നേരെ കറക്റ്റായിട്ട്. ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ വേണ്ട, ഡാഷ്ബോർഡിനകത്ത് വേണ്ട ബ്രാക്കറ്റ്, അതിൻ്റെ സപ്പോർട്ട്, സ്റ്റേ, ഈ സാധനങ്ങളൊന്നുമില്ല. ഡാഷ്ബോർഡ് വെറുതെ കുത്തി കയറ്റി വെച്ചതിന് ശേഷം ഇങ്ങനത്തെ സ്ക്രൂസൊക്കെ ഇട്ടേക്കാണ്. ആക്ച്വലി ഇവിടെയൊക്കെ ഒരു ബ്രാക്കറ്റ് വരുന്നുണ്ട്, അതൊന്നും ഇതിൽ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ വലിയ ഏതോ തുരുമ്പ് പിടിച്ച സ്ക്രൂ ഒക്കെ ഇട്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഡോർ ബീഡിങ് കേട്ടോ. ഡോർ ബീഡിങ് ആക്ച്വലി വേറെ ഏതോ വണ്ടിയുടെ ബീഡിങ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡൊക്കെ ഇതേപോലെ ഇങ്ങനെ പുറത്തോട്ടായി നിൽക്കുക. അപ്പോൾ അവർക്ക് ഇൻറ്റീരിയർ ആണ് മെയിനായിട്ടൊരു പ്രശ്നം നമ്മുടെ അടുത്ത് പറഞ്ഞത്. റീസ്റ്റോറേഷൻ്റെ വീഡിയോ പാർട്ടായിട്ടായിരിക്കും വരിക. ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നമ്മളിതിൻ്റെ പാർട്സുകളെല്ലാം സോഴ്സ് ചെയ്ത്. അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ട് വണ്ടി ഇപ്പോൾ പ്രൊജക്റ്റിലുള്ള, ഒന്ന് ഈ സഫാരി, പിന്നെ രണ്ടാമത്തത് അംബാസിഡർ. അംബാസിഡറിൻ്റെ വർക്ക് ആക്ച്വലി നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ, തുടങ്ങിയിട്ടില്ല. തഞ്ചാവൂർ എന്നുള്ളൊരു പുള്ളിയാണ്, അപ്പോൾ അടിപൊളിയൊരു പാച്ച് വർക്കറാണ്. പക്ഷേ പുള്ളി വണ്ടിയിൽ നിന്ന് ബൈക്കിൽ നിന്ന് മറിഞ്ഞ് വീണിട്ട് ഇച്ചിരി പരിക്കൊക്കെ പറ്റിയിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കുറച്ച് നമ്മുടെ അംബാസിഡറിൻ്റെ വർക്ക് ലാഗായിരിക്കുന്നത്. പിന്നെ അതുപോലെ അതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും കളക്ട് ചെയ്തിട്ടില്ല. നമ്മളൊരു വർക്ക്, അതായത് ഇപ്പോൾ ഈ വണ്ടി ഫുള്ള് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരുവിധം സ്പെയർ എല്ലാം നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു ഒരു വർക്ക്ഷോപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ വണ്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, സകല സാധനങ്ങളും ഇൻറ്റീരിയറിലേക്ക് വേണ്ടത്. അത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ഒരു സാധനവും വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓണർ പറഞ്ഞതനുസരിച്ച് ഡാഷ്ബോർഡ് മുതൽ അങ്ങോട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്ന കംപ്ലീറ്റ് ഫൈബർ പാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വൈറ്റ് കളർ, വൈറ്റ് അല്ല, ഇതിൽ ബീജ് കളർ എന്ന് പറയാം, ബീജ് കളറിലേക്ക് നമ്മൾ സാധനം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി പെയിൻ്റ് അടിക്കുന്നില്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റുന്നുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റാറ്റ്ലിംഗ് നോയ്സ് വരാണ്ടിരിക്കാനായിട്ട് ഇതേപോലെയുള്ള സാധനങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ വക ഐറ്റംസ് ഒക്കെ ഈ വണ്ടിയുടെ ഉള്ളിലുള്ളത് മൊത്തം പോയിരിക്കുന്നു, മൊത്തം കീറിക്കളഞ്ഞു. മീൻസ് ഈ വണ്ടിക്കകത്തില്ല, അഴിച്ചു നോക്കിയായിരുന്നു. കുറച്ച് ഭാഗമൊക്കെ പൊളിച്ച് നോക്കുമ്പോൾ തന്നെ അതൊന്നും ഇല്ല. ആക്ച്വലി ഇവിടെയൊക്കെ വരേണ്ടതാണ് ഈ സാധനം, അപ്പോൾ അതൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഒറിജിനൽ മാറ്റ്, വണ്ടിയുടെ ഉള്ളിലുള്ള ഫ്ലോർ മാറ്റൊക്കെ ആക്ച്വലി അവർ അഴിച്ചെടുത്ത് തന്നെ മുറിച്ചെടുത്തിട്ടാണ്, പല പീസായിട്ട് കണ്ടിച്ചിട്ടാണ് ഇതിൻ്റെ മാറ്റ് അവർ റിമൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റ് പല സ്ഥലത്തും ഇല്ല. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ക്യാബിൻ നോയ്സ് കൂടുതലായിരുന്നു. മാറ്റ് ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും കണ്ടില്ലേ, പ്രോപ്പറായിട്ട് സ്ക്രൂ പോലും ചെയ്തിട്ടില്ല, എല്ലാം സെൽഫ് സ്ക്രൂ ഒക്കെ അടിച്ചാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാക്കിലെ ഈ കംപ്ലീറ്റ് സാധനങ്ങൾ എല്ലാം നമ്മൾ ഈ ബേജ് കളറിലേക്ക് സാധനം എടുത്തിട്ടുണ്ട്. കാരണം ഇത് ബാക്കിൽ വരുന്ന എന്താ പറയുക, നമ്മുടെ ഡോർ പാഡാണ്, പഴയത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുക്കാൻ കാരണം ഈ വണ്ടിയുടെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ചോദിച്ചേ. അപ്പോൾ പുള്ളിയാർ അങ്ങനെ തരില്ലാതെ, അപ്പോൾ എല്ലാം കൂടെ വിലയിട്ട് നമ്മൾ മൊത്തത്തിൽ ഡോർ പാഡ് ഇൻക്ലൂഡിങ് ഡോർ പാഡ് വരെ നമ്മളിങ്ങ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമുക്കത് റീസണബിൾ പ്രൈസിന് കിട്ടി. അപ്പോൾ ബാക്കിൽ സ്റ്റെപ്പിന് നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാനതെന്താ ഊരി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഡോറിൻ്റെ ആണോ സ്റ്റെപ്പിനിയുടെ, മീൻസ് ഡോറിൽ നിന്നാണോ അതോ എവിടെ നിന്നാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് അഴിച്ചു വെച്ചത്. കാരണം സ്റ്റെപ്പിനിയുടെ അത്ര വെയിറ്റ് വരുന്നതുകൊണ്ട്, അതുകൊണ്ടാണോ ഇത് സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനത് ഊരി വെച്ചത് കേട്ടോ. അപ്പോൾ ഡോറിൽ നിന്ന് തന്നെയാണ് സൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡോറും ഒന്ന് സെറ്റ് ചെയ്യാണ്ട്, ഹിഞ്ചസിൻ്റെ എന്തിൻ്റെയോ പ്രോബ്ലമാണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്കത് ലൈറ്റിൽ കൊടുത്താൽ അതിൻ്റെ ഹിഞ്ചസിന് ബുഷും കാര്യങ്ങളൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ എല്ലാ സാധനങ്ങളും ആ വണ്ടിയുടെ എടുത്തിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിക് പീസ്, അതിനകത്ത് പൊട്ടാത്ത കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സൺവൈസർ, ഗിയർ നോബ്, ഈ വക ഐറ്റംസൊക്കെ. ഞാൻ ഈ ഉള്ളിലത്തെ മാറ്റ് എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതാണ് കമ്പനി മാറ്റ്. കമ്പനി മാറ്റ് ഒരിക്കലും ഇങ്ങനെയല്ല ഇരിക്കുക. ഞാനത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. കമ്പനി മാറ്റ് ഈ കാണുന്ന കൂളിംഗ് ഓയിലിൻ്റെ ബോക്സിന് അടിയിലൂടെയൊക്കെ കയറി അപ്പുറത്തേക്കൊക്കെ ഇരിക്കുക. ആ സാധനം ഒന്നും കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. എല്ലാം ഇവിടെ വെച്ച് കട്ട് ചെയ്തിരിക്കുക. ഇതൊക്കെ മുകളിലേക്ക് കവർ ചെയ്ത് പോകേണ്ട സാധനം. എന്നിട്ട് ഈ വിനൈൽ ക്ലോത്ത് വെച്ചിട്ട്, അല്ല വിനൈൽ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ക്ലോക്കൊക്കെ ഉള്ള നല്ലൊരു സെൻറ്റർ കൺസോൾ എടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് റിയറിലോട്ട് വരുന്ന നമ്മുടെ AC-യുടെ വെൻ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ മുകളിൽ വരുന്ന ഹാൻഡിൽ. ഈ സൈഡ് തുറക്കുമ്പോൾ എന്തെങ്കിലും താഴെ ചാടുകയാണ്, താഴെ ചാടും. ഈ കാണുന്ന നമ്മുടെ റിയർ AC-യുടെ കണക്ടറൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ സോഴ്സ് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോരോ സാധനങ്ങൾക്ക് വേണ്ടിയാണ് ചെന്നത്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഓരോന്നായിട്ട് തരുമ്പോൾ നമുക്ക് ഒരുപാട് റേറ്റ് വരും, എല്ലാ സാധനങ്ങളും കൂടെ നിങ്ങളൊരു വിലയിട്ടാണ് വാങ്ങിച്ചോന്ന് പറയാൻ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു,
നമ്മൾ അങ്ങനെ ചെയ്തു. കാരണം എന്താ വെച്ചാൽ ആൾക്ക് ആ വണ്ടി വേഗം സ്ക്രാപ്പ് ചെയ്ത് ഒഴിവാക്കുകയും വേണം. അതായത് അതിന് RTO വന്നതിൻ്റെ മീൻസ് അത് RC ബുക്ക് സറണ്ടർ ചെയ്ത വണ്ടി. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ആൾ പറഞ്ഞു എല്ലാ സാധനങ്ങളും കൂടെ വിലയിട്ട് നീ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ആ സാധനങ്ങൾ മൊത്തം നമ്മൾ തന്നെ അഴിച്ചെടുക്കരുത്. കാരണം എന്താ വെച്ചാൽ വേറെ ഒരാൾ അഴിച്ചെടുത്താൽ വീണ്ടും ഡാമേജ് വരും. അതുപോലെ തന്നെ ആ അഴിച്ച കംപ്ലീറ്റ് സ്ക്രൂസ് ഇതെല്ലാം നമ്മൾ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്യാൻ നേരത്ത് പല സ്ക്രൂവും ഇതിലൊക്കെ പല വേറെ നട്ടും സ്ക്രൂകളൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി പ്രോപ്പറായിട്ടുള്ള സ്ക്രൂസ് കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ക്യാപ്പും കവറൊക്കെ ഇട്ടിട്ട് ശേഷമായിരിക്കും വണ്ടി ഇറങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഡാഷ്ബോർഡിൻ്റെ സ്റ്റേയുടെ കാര്യം പറഞ്ഞു. ഡാഷ്ബോർഡിൻ്റെ ആക്ച്വലി നമ്മൾ മേടിക്കാനായിട്ട് പോയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഡാഷ്ബോർഡിൻ്റെ സ്റ്റേ, അതുപോലെ തന്നെ പവർ വിൻഡോയുടെ കൺട്രോൾസ്, പിന്നെ ബീഡിങ്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് മേടിക്കാനായിട്ട് പോയത്. പിന്നെ ഈ കാണുന്ന ഇവിടേക്ക് വരുന്ന ഹോൾസിലൊക്കെ കവർ കണ്ടോ, ഇങ്ങനത്തെ കവറുകൾ, ഇതൊക്കെയാണ് നമ്മൾ ആക്ച്വലി മേടിക്കാൻ പോയത്. അപ്പോൾ നമ്മൾ മേടിക്കാനായിട്ട് പോയത് ഈ വണ്ടിയുടെ ലൈറ്റുകൾ, ഇതിൻ്റെ ഇൻറ്റീരിയറിലുണ്ടായി മിസ്സായി പോയ ലൈറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ തന്നെ. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ ഓരോന്നായിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് എല്ലാ സാധനങ്ങളും കൂടി എടുത്തിട്ട് എനിക്കൊരു വില വന്നാൽ മതി. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഓരോന്നായിട്ട് മേടിക്കുന്നതിന് പകരം ആ വണ്ടിയുടെ കംപ്ലീറ്റ്, അതായത് അത് നല്ല വെൽ മെയിൻറ്റൈൻഡ് വണ്ടി തന്നെ ആയിരുന്നു. അപ്പോൾ ആ വണ്ടിയുടെ കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾക്ക് വാങ്ങിച്ചു. അതായത് ഇൻക്ലൂഡിങ് ഡാഷ്ബോർഡ്, അതിൻ്റെ സ്റ്റേ ബ്രാക്കറ്റ്, അങ്ങനെ എല്ലാ സംഭവമൊക്കെ നമ്മൾക്ക് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ആക്ച്വലി ഒരു സ്റ്റേയും ബ്രാക്കറ്റൊക്കെ പോകുന്നത് അതുണ്ടോ. ഇവിടെ നിന്ന് ഈ കാണുന്ന 2 ഹോൾസ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ 10-ൻ്റെ 2 നെറ്റ് വരും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഡാഷ്ബോർഡിനൊരു സപ്പോർട്ട് വരും ഉണ്ടോ. ഇതേപോലെയുള്ള കിലുക്കും ശബ്ദമൊക്കെയാണ്. അതായത് എല്ലാ ഡോറിൻ്റെയും ബീഡിങ്ങുകൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാർട്ട് 1 വീഡിയോ. നമ്മൾ വണ്ടിക്ക് വേണ്ട കംപ്ലീറ്റ് സ്പെയർ പാർട്സ് നമ്മൾ സോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡ്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് സ്ട്രിപ്പ് ഔട്ട് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.